welcome to Franklin's Lectures, the India's #1 engineering education platform. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നോ യുവർ സെമിസ്റ്റർ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് S5 ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ നോ യുവർ സെമിസ്റ്റർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഈ ജേർണിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ഈ ഒരു S5 ജേർണിയിൽ എന്നുള്ള കാര്യങ്ങളാണ്. എത്ര സബ്ജക്ട്സ് പഠിക്കേണ്ടി വരും, എത്ര ലാബുകൾ ഉണ്ടാവും, അതിന്റെ ക്രെഡിറ്റ്സ് ഒക്കെ എത്രയാണ് വരുന്നത്, ആൻഡ് അതുപോലെ എന്താണ് അതിൽ വരുന്ന മാർക്ക് സ്പ്ലിറ്റ് അപ്പ് എങ്ങനെയാണ് വരുന്നത്, കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന്റെയും എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന്റെയും മാർക്ക് സ്പ്ലിറ്റ് അപ്പ് നിങ്ങൾ എങ്ങനെയാണ് ടീച്ചേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, ആൻഡ് അതുപോലെ നിങ്ങളുടെ ആക്ടിവിറ്റി പോയിന്റ്സ് എത്ര നിങ്ങൾക്ക് നേടണം, അതർ ദാൻ സബ്ജക്ട്സ് നിങ്ങൾക്ക് അതർ ആക്ടിവിറ്റി പോയിന്റ്സ് അതർ ടാസ്കുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ആക്ടിവിറ്റി പോയിന്റ്സ് എത്രത്തോളം വേണം, ആൻഡ് അതുപോലെ ഇയർ ഔട്ട് സ്കീം എങ്ങനെയാണ്, അറ്റൻഡൻസിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു സെഷനിൽ. ഓക്കെ അല്ലേ? അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പോവാം നമ്മുടെ സബ്ജക്റ്റിലേക്ക്. വാട്ട് യു വിൽ ലേൺ. അപ്പൊ അതിലുള്ളത് നിങ്ങൾക്ക് കുറച്ച് സബ്ജക്ട്സുകൾ കോഴ്സ് സബ്ജക്ട്സുകൾ കുറച്ചുണ്ട്. അത് ഏതൊക്കെയാന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാം. നമുക്ക് ഫസ്റ്റ് സബ്ജക്ട് വരുന്നത് PCEET 501 പവർ ജനറേഷൻ ട്രാൻസ്മിഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. ഇതിന്റെ ക്രെഡിറ്റ് വന്നിട്ട് 4 ക്രെഡിറ്റ്സ് ആണ്. അടുത്ത് വന്നിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, 4 ക്രെഡിറ്റ്സ് ആണ്. അടുത്തത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് വന്നിട്ട് 3 ക്രെഡിറ്റ്സ് ഉള്ള സബ്ജക്ട്സ് ആണ്. അടുത്തത് മൈക്രോ പ്രൊസസ്സേഴ്സ് ആൻഡ് എംബഡഡ് സിസ്റ്റംസ് 4 ക്രെഡിറ്റ് ഉള്ള സബ്ജക്റ്റ് ആണ്. പ്രോഗ്രാം ഇലക്റ്റീവ് 2 ഉണ്ട്, ഏതെങ്കിലും ഒന്ന്. S3 നിങ്ങളുടെ S4 നിങ്ങൾക്ക് പ്രോഗ്രാം ഇലക്റ്റീവ് 1 എടുത്തിട്ടുണ്ടാവും. ഇത് പ്രോഗ്രാം ഇലക്റ്റീവ് 2 ആണ്. അതിന്റെ ലിസ്റ്റ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. 3 മാർക്സ് ആണ്, 3 ക്രെഡിറ്റ്സ് ആണ്. പിന്നെ വരുന്ന ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് മൂക്ക് കോഴ്സ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ 1 ക്രെഡിറ്റ് വരുന്ന ഒരു കോഴ്സ് ആണ്. ഓക്കെ അല്ലേ? അപ്പോ ഇതില് നിങ്ങൾ ശ്രദ്ധിക്കുക, പവർ ജനറേഷൻ ട്രാൻസ്മിഷൻ ആൻഡ് പ്രൊട്ടക്ഷന് 4 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. അത് ഞാൻ പറഞ്ഞു. ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിക്കും സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിനൊക്കെ എന്താണ് നോർമൽ പോലെ തന്നെ PC കോർ പേപ്പറുകളാണ്. അപ്പൊ ആ രീതിക്കാണ് നിങ്ങൾക്ക് മാർക്ക് സ്പ്ലിറ്റ് അപ്പ് വരിക. പക്ഷെ ഇവിടെ PBET 504 എന്ന് പറയുന്ന ഈ മൈക്രോ പ്രൊസസ്സേഴ്സ് ആൻഡ് എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിന് 4 ക്രെഡിറ്റ് പോയിന്റ്സ് ഉണ്ട്. ആൻഡ് ഇതൊരു പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് ആണ്. അതിന്റെ മാർക്ക് സ്പ്ലിറ്റ് അപ്പ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന്റെ മാർക്ക് സ്പ്ലിറ്റ് അപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെന്റ് ആണ്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ പ്രോഗ്രാം ഇലക്റ്റീവ് ഉണ്ട്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ മൂക്ക് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ക്രെഡിറ്റ്സ് ഇല്ല. പക്ഷെ എന്താണ്, ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നും നമുക്ക് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി, അതായത് ഓൺലൈൻ ഒരു 2 വീക്കോ ഒരു 4 വീക്കോ വരുന്ന ഒരു കോഴ്സ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് അതിന്റെ എക്സാം എഴുതണം. അപ്പൊ NPTEL സ്വയം പ്ലാറ്റ്ഫോമിലൊക്കെ ഒരുപാട് യൂണിവേഴ്സിറ്റീസിന്റെ കോഴ്സസ് അവൈലബിൾ ആണ്. സോ ആ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ആ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിന്റെ സർട്ടിഫിക്കേഷൻസ് കാണിക്കുകയാണെങ്കിൽ അതൊരു പേപ്പറാണ്, എങ്കിലേ നമ്മൾ സബ്ജക്ട് പാസ് ആവുള്ളൂ. അപ്പൊ ഈ പവർ ട്രാൻസ്മിഷൻ ആൻഡ് ജനറേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ആ സബ്ജക്ട് എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾക്കറിയാം പവർ ജനറേഷൻ ട്രാൻസ്മിഷൻ എന്താണെന്നുള്ളത് അല്ലെ. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് പവർ പ്ലാന്റ്സിനെ പറ്റിയിട്ടും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് അതിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറയുന്ന സബ്ജക്ട് നിങ്ങൾ +2 ഫിസിക്സിൽ പഠിച്ച ഇതിന്റെ ഒരു അപ്ഡേറ്റഡ് സംഭവമാണ് ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഉണ്ടാവുക. പിന്നെ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, നമുക്കറിയാം ഡിഫറെന്റ് സിഗ്നൽസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു സിഗ്നൽസ് ആൻഡ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത്. പിന്നെ മൈക്രോ പ്രൊസസ്സേഴ്സ് ആൻഡ് എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പ്രൊജക്ട് ബേസ്ഡ് സബ്ജക്റ്റ് ആണ്. അതിൽ മെയിൻ ആയിട്ട് മൈക്രോ പ്രൊസസ്സേഴ്സിനെ പറ്റിയിട്ടും പിന്നെ അതുപോലെ എംബഡഡ് സിസ്റ്റത്തിനെ പറ്റിയിട്ടും. എംബഡഡ് സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യുന്നത് അർഡിനോ യുനോ എന്ന് പറയുന്ന ബോർഡിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ആൻഡ് അർഡിനോ ഡ്യൂനെ പറ്റി പഠിക്കാനുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ആ ഒരു സബ്ജക്റ്റിൽ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രോഗ്രാം ഇലക്റ്റീവ്സ്, ഞാൻ പറഞ്ഞു ഈ പ്രോഗ്രാം ഇലക്റ്റീവ് 2 എന്ന് പറയുന്ന ഈ സംഭവം ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. ആൻഡ് അതിന്റെ ക്രെഡിറ്റ് പോയിന്റ്സും നമുക്ക് നോക്കാം. ഫസ്റ്റ് എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്, 3 ക്രെഡിറ്റ് ഉള്ള സബ്ജക്റ്റ് ആണ്. അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് എടുക്കാം, 3 ക്രെഡിറ്റ് ഉള്ളതാണ്. ഡിജിറ്റൽ സിസ്റ്റം ഡിസൈൻ 3 ക്രെഡിറ്റ് ഉള്ള പേപ്പറാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് 3 ക്രെഡിറ്റ് ഉള്ള പേപ്പറാണ്. ഡാറ്റ സ്ട്രക്ചേഴ്സ് 3 ക്രെഡിറ്റ് ഉള്ള പേപ്പറാണ്. ഇൻട്രൊഡക്ഷൻ ടു മെഷീൻ ലേണിംഗ് 3 ക്രെഡിറ്റ് ഉള്ള പേപ്പറാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സിസ്റ്റംസ് 3 ക്രെഡിറ്റ് ഉള്ള പേപ്പറാണ്. അപ്പൊ ഇത്രയും ഉണ്ട് നമുക്ക് എലക്റ്റീവ്, പ്രോഗ്രാം എലക്റ്റീവ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട്, ഇപ്പൊ ഇത് കോളേജസിൽ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇതിന്റെ എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് ആരാണോ ആ കോഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഇതിന്റെ മിനിമം ഇത്ര സ്റ്റുഡൻസ് ഉണ്ടെങ്കിലാണ് ഈ ഒരു എലക്ടീവിന്റെ ബാച്ച് ഉണ്ടാവുള്ളൂ എന്നുള്ളതുണ്ട്. അതായത് ഈ സബ്ജക്ട് പഠിക്കാൻ ഒരു 15 കുട്ടികളോ ഇല്ലെങ്കിൽ ആണെങ്കിൽ മാത്രമേ ആ ഒരു സബ്ജക്റ്റിന് എന്തുണ്ടാവുള്ളൂ, ആ കോഴ്സ് അവർ കോളേജസ് കൊടുക്കുള്ളൂ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് പ്രോഗ്രാം എലക്ടീവ് എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊജക്റ്റിന് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള സബ്ജക്ട്സ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് പുതിയൊരു അറിവ് കിട്ടുന്ന രീതിയിലുള്ള സബ്ജക്ട്സ്, നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള സബ്ജക്ട് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രോഗ്രാം എലക്ടീവ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി ലാബ് ആൻഡ് പ്രാക്ടിക്കൽ സെഷൻസിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതൊക്കെ ലാബുകളാണ് ഉള്ളത് നോക്കിയാലോ. AC മെഷീൻസ് ലാബ് ഉണ്ട്, മൈക്രോ പ്രൊസസ്സേഴ്സ് ആൻഡ് എംബെഡഡ് സിസ്റ്റംസ് ലാബ് ഉണ്ട്. അപ്പൊ ലാബിനും 2 ക്രെഡിറ്റ് വീതമാണ് വരുന്നത്. അപ്പൊ അതിന്റെ ലാബില് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യും, അപ്പൊ അതിനനുസരിച്ചുള്ള മാർക്ക് കിട്ടും. അപ്പൊ ഇതിന്റെ സ്പ്ലിറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, എങ്ങനെയാണ് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഹൗ യു വിൽ ബി ഇവാലുവേറ്റഡ്? ഫസ്റ്റ് ഓഫ് ഓൾ, പ്രോഗ്രാം കോർ സബ്ജക്ട്സ് ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? 40 മാർക്ക് കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷനും 60 മാർക്ക് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന്റെ മാർക്കുമാണ്. അപ്പൊ ഈ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷന്റെ മാർക്ക് വന്നിട്ട് 5 മാർക്ക് അറ്റൻഡൻസിനും 15 മാർക്ക് അസൈൻമെന്റ് ഓർ പ്രൊജക്റ്റിനും, അസൈൻമെന്റ് ഓർ മൈക്രോ പ്രൊജക്റ്റിനും, 2 ഇന്റേണൽ എക്സാമിനായിട്ട് 10 മാർക്ക് വീതവുമാണ് നമുക്ക് ലഭിക്കുന്നത്. സോ ഈ ഒരു പ്രോഗ്രാം കോർ പേപ്പേഴ്സ് PC-യിൽ തുടങ്ങുന്ന പേപ്പേഴ്സ് ഇല്ലേ നമ്മുടെ, അതാണ് ഈ 40 മാർക്കിന് ഇന്റേണൽ എക്സാം വരുന്നത്. പ്ലസ് നമ്മുടെ 60 മാർക്കിന് എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ വരുന്നുണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 50 മാർക്ക് വേണം നമുക്ക് മിനിമം പാസ് ആവാൻ വേണ്ടിയിട്ട് ഔട്ട് ഓഫ് 100. ഓക്കെ അല്ലേ? ഇനി ഈ 60 മാർക്സിൽ 40% മസ്റ്റ് ആയിട്ട് വേണം, എങ്കിലും കൂടെ നമ്മൾ പാസ് ആവുള്ളൂ. ദാറ്റ് ഈസ് 24 മാർക്സ് വേണം ഈ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷനിൽ നമ്മൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ എത്ര വേണ്ടി വരും? ഇത് 50 ആവണമെന്നുണ്ടെങ്കിൽ 26 മാർക്ക് കിട്ടേണ്ടി വരും. സോ അങ്ങനെ അതിനനുസരിച്ച് നമ്മൾ ഇന്റേണൽ സ്കോർ ചെയ്യുക. ഇപ്പൊ ഇന്റേണൽ 26-ലും കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാസ്സാവും. എങ്ങനെ? ഇവിടെ അതിനനുസരിച്ച് മാർക്ക് സ്കോർ ചെയ്യണം, 50-ലേക്ക് എത്തിക്കാൻ വേണ്ട മാർക്ക്. അങ്ങനെയാണ് ആ ഒരു മാർക്കിംഗ് അറേഞ്ച്മെന്റ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അറ്റൻഡൻസ് ഉണ്ട്, അസൈൻമെന്റ് വെക്കുക, 2 ഇന്റേണൽ അറ്റൻഡ് ചെയ്യുക, 40 മാർക്ക് കിട്ടും സുഖമായിട്ട്. പിന്നെ ഈ 60 മാർക്ക് നമ്മൾ എഴുതി ഉണ്ടാക്കുക. അതിൽ 24 മാർക്ക് എന്തായാലും വേണം നമ്മൾ പാസ്സാവാൻ വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് പാസ്സാവാൻ പറ്റും. ഇനി അടുത്ത് വന്നിട്ട് പ്രോഗ്രാം കോർ ലാബ്. ഓക്കെ, പ്രോഗ്രാം കോർ ലാബിന്റെ മാർക്ക് സ്പ്ലിറ്റപ്പ് എങ്ങനെയാ വരുന്നത് നോക്കാം. അറ്റൻഡൻസിന് 5 മാർക്ക് ഉണ്ട്, 25 മാർക്കിന് എന്താണ് വൈവ, 25 മാർക്കിനാണ് നമ്മുടെ പ്രിപ്പറേഷൻ ആൻഡ് ലാബ് വർക്ക് എക്സ്പെരിമെന്റ്സ് വരുന്നത്. വൈവ അതായത് നമ്മൾ ഈ 25 മാർക്കിന്റെ സ്പ്ലിറ്റ് എങ്ങനെയാ വരുന്നത് നോക്കാം. 25 മാർക്കാണ് നമുക്ക് ടീച്ചേഴ്സ് തരുന്നത്. ആ മാർക്സ് എങ്ങനെയാണ് കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിപ്പറേഷൻ, പ്രീ ലാബ് വർക്ക് എക്സ്പെരിമെന്റ്സ്, വൈവ ആൻഡ് ടൈംലി കംപ്ലീഷൻ ഓഫ് ലാബ് റിപ്പോർട്ട്സ് ഓർ റെക്കോർഡ്സ് ഒക്കെയാണ്. ഇതൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. അതായത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ലാബിലേക്ക് വരുന്നതിന്റെ മുൻപേ അവർ പറഞ്ഞിട്ടുള്ള പ്രീ കാര്യങ്ങൾ, അതായത് എക്സ്പെരിമെന്റ് പഠിച്ചിട്ട് വരാനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റഫ് റെക്കോർഡിൽ നിങ്ങൾക്ക് ഒബ്സർവേഷൻ ടേബിളും അതുപോലെ സർക്യൂട്ടും ഒക്കെ പ്രോപ്പർ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളായിരിക്കാം. പ്രോഗ്രാമിംഗ് പേപ്പർ ആണെങ്കിൽ പ്രോഗ്രാമിന്റെ കോഡ് ഉണ്ടോ എന്നുള്ളതൊക്കെ ആയിരിക്കാം അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ആ പ്രീ ലാബ് വർക്ക്, പിന്നെ വൈവ, നിങ്ങൾ എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നുണ്ടോ പ്രോപ്പർ ആയിട്ട്, അപ്പൊ ടൈമിലി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ, ലാബ് റെക്കോർഡും റിപ്പോർട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ അവരെന്താണ് ടൈമിലി അനലൈസ് ചെയ്യും. അപ്പൊ അതിനാണ് 25 മാർക്ക്. പിന്നെ ഇന്റേണൽ എക്സാമിനേഷൻ ഉണ്ട്. നമ്മുടെ ഇവിടുന്ന് ഒരു 30 മാർക്ക് കിട്ടും, പിന്നെ ഒരു 20 മാർക്കിന്റെ ഇന്റേണൽ എക്സാമിനേഷനും. അങ്ങനെയാണ് ഈ 50 മാർക്ക് ടോട്ടൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് പ്രോഗ്രാം കോർ ലാബിന്റെ മാർക്ക് സ്പ്ലിറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 50 മാർക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ? അല്ല, നമുക്കൊരു എക്സ്റ്റേണൽ എക്സാമിനേഷൻ അഥവാ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ ഉണ്ട്. ദാറ്റ് ഇസ് 50 മാർക്സിനാണ് അത് വരുന്നത്. ഇതില് പ്രൊസീജിയർ, പ്രിപ്പറേറ്ററി വർക്ക്, ഡിസൈൻ, അൽഗോരിതം, ഇതിനാണ് നമുക്ക് 10 മാർക്സ് കിട്ടുക. അതായത് നമ്മളിപ്പോ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ലാബ് എക്സാമിനെ പറ്റി നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. നിങ്ങൾ ലാബിലേക്ക് കയറുന്നതിന്റെ മുൻപേ എന്തിടുക, നിങ്ങളെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ആയിരിക്കും ചൂസ് ചെയ്യുക. എന്നിട്ട് അതിന്റെ പ്രൊസീജിയർ, സർക്യൂട്ട് ഉണ്ടെങ്കിൽ സർക്യൂട്ട്, കോഡ് ആണെങ്കിൽ കോഡ്,
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നമ്മളൊരു പ്രൊസീഡ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സ്റ്റേണൽ ഫാക്കൽറ്റി, അതായത് നിങ്ങൾക്ക് ലാബ് എക്സാമിന് ഒരു ഇന്റേണൽ ഫാക്കൽറ്റി ഉണ്ടാവും, എക്സ്റ്റേണൽ ഫാക്കൽറ്റി ഉണ്ടാവും. അപ്പൊ ഈ എക്സ്റ്റേണൽ ഫാക്കൽറ്റിയുടെ കയ്യിൽ നിന്ന് പ്രൊസീഡ് കിട്ടിക്കഴിഞ്ഞാൽ, പ്രോപ്പർ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈ 10 മാർക്സ് നമുക്ക് അവിടെ കിട്ടും. പിന്നെ വരുന്നത് നിങ്ങൾ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നതും വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതും ട്രബിൾ ഷൂട്ട് ചെയ്യുന്നതും, പ്രോഗ്രാമിംഗ് ആണെങ്കിൽ അത് ചെയ്യുന്നതിനൊക്കെ പറ്റിയിട്ടാണ് 15 മാർക്കാണ് അതിനുള്ളത്. സോ ഇവിടെ നിന്ന് 25 മാർക്ക് നമുക്ക് ഇവിടെ തന്നെ കിട്ടി. പിന്നെയാണ് നമ്മുടെ റിസൾട്ട് അനലൈസ് ചെയ്യുന്നത്. റിസൾട്ട് വിത്ത് വാലിഡ് ഇൻഫറൻസ്, ക്വാളിറ്റി ഓഫ് ദി ഔട്ട്പുട്ട് ഒക്കെ നോക്കും. 10 മാർക്സ് ആണ് അതിനുള്ളത്. പിന്നെ വൈവ വോസ് 10 മാർക്സ് ആണുള്ളത്. റെക്കോർഡ് 5 മാർക്സ് ആണ് ഇതിനുള്ളത്. ടോട്ടൽ 50 മാർക്സ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ഇനി നമ്മുടെ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിന് വന്നിട്ട്, അതായത് നമ്മുടെ ഈ ഒരു സെഷനിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അല്ലെ? S5 ഇത് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിങ്ങളുടെ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഓർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ KTU പറയുന്നത് മാക്സിമം 12 days ആണ് പറയുന്നത്. നോട്ട് എക്സീഡിങ് മോർ ദാൻ 6 വർക്കിംഗ് ഡേയ്സ്. 6 വർക്കിംഗ് ഡേയ്സിൽ കൂടാനും പാടില്ല എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ ടൈമിംഗ് ആൻഡ് പെർമിഷൻ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എപ്പോഴും മുൻകൂട്ടി എല്ലാവരുടെ കൺവീനിയന്റും ഡേറ്റ് നോക്കിയിട്ട് ഒരു സമയം നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ടൈമിങ്ങും പെർമിഷനും ഒക്കെ എടുത്തു വെക്കുക. ഡോക്യുമെന്റേഷൻ ആൻഡ് സബ്മിഷൻ, അപ്പൊ ആവശ്യമുള്ള ഡോക്യുമെന്റേഷൻ സബ്മിഷൻ ഒക്കെ ചെയ്യുക. ടെക്നിക്കൽ റിപ്പോർട്ട് ആൻഡ് ഇൻഡസ്ട്രിയൽ സർട്ടിഫിക്കറ്റ്സ് വാങ്ങിക്കുക. ഓക്കെ, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ നിങ്ങൾ ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞതിന്റെ സർട്ടിഫിക്കറ്റും ഒക്കെ നിങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയലിൽ നമ്മളൊരു വിസിറ്റ് മസ്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കുക. 6 വർക്കിംഗ് ഡേയ്സിൽ കൂടാൻ പാടില്ല എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി വരുന്നത് അറ്റൻഡൻസ് മാറ്റേഴ്സ്. എന്തുകൊണ്ടാണ് അറ്റൻഡൻസ് ഇമ്പോർട്ടന്റ് ആവുന്നത്? മിനിമം അറ്റൻഡൻസ് ഇസ് മാൻഡേറ്ററി ഫോർ എക്സാം എലിജിബിലിറ്റി. ദാറ്റ് ഇസ് 75% വേണം മിനിമം അറ്റൻഡൻസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് മിനിമം അറ്റൻഡൻസ് 75% എന്ന് പറയുന്നത്? 75% ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? എൻഡ് സെമസ്റ്റർ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് കോംപ്ലക്സ് എഞ്ചിനീയറിംഗ് കോൺസെപ്റ്റ്സ്. ഓക്കെ, അത് മീൻസ് നമുക്ക് ഡെയിലി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്താൽ നമുക്കൊരു കോംപ്ലക്സ് എഞ്ചിനീയറിംഗ് കോൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇന്റേണൽ അസസ്മെന്റിന്റെ മാർക്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ഡെയിലി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് സഹായിക്കും. ഇന്ററാക്ഷൻസ് വിത്ത് ഫാക്കൽറ്റീസിനോടുള്ള ഇന്ററാക്ഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മൾ ഡെയിലി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഡിസിപ്ലിൻ ആൻഡ് പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് നമ്മൾ സ്വന്തമായിട്ടുള്ളിൽ വരുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈമിലി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതൊക്കെ നമ്മളെ സഹായിക്കും. ക്ലിയർ അല്ലേ? പിന്നെ ഈ 75% കുറവ് അറ്റൻഡൻസ്, അതായത് 60% മുതൽ 75% വരെ ഉള്ളിൽ അറ്റൻഡൻസ് ഉള്ള ആൾക്കാരുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഇത്തരത്തിലുള്ള ഈ കുട്ടികൾക്ക് പ്രിൻസിപ്പളുടെ അനുവാദത്തോടു കൂടി നിങ്ങളുടെ റീസൺ ജെനുവിൻ ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ മെഡിക്കൽ ഇഷ്യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റിലേറ്റഡ് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ വില്ലിങ് ചെയ്താൽ, പ്രിൻസിപ്പൽ അലോ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് അറ്റൻഡൻസ് കൂട്ടി കിട്ടും. അതിനനുസരിച്ചുള്ള മാർക്കും കിട്ടും അറ്റൻഡൻസിന്. ക്ലിയർ അല്ലേ? ഇൻ കേസ് പ്രിൻസിപ്പൾ സമ്മതിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല. ഇനി 60 കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എഴുതാൻ പറ്റില്ല. പ്രിൻസിപ്പൾ അനുവദിച്ചാൽ പോലും നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ മാർക്ക് സ്പ്ലിറ്റപ്പ് നോക്കാം. 85 to 100% ഇടയ്ക്കാണ് നിങ്ങളുടെ എന്ത് വരുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അറ്റൻഡൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ 5 മാർക്സ് ആണ് കിട്ടുക. 80 to 85% ആണ് നിങ്ങളുടെ അറ്റൻഡൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ 4 മാർക്സ് ആണ് കിട്ടുക. 75ന്റെയും 80ന്റെയും ഉള്ളിലാണ് നിങ്ങളുടെ അറ്റൻഡൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ 3 മാർക്സ്. 70 to 75 ആണെങ്കിൽ 2 മാർക്സ്. 60 to 70 ആണെങ്കിൽ 1 മാർക്ക്. ബിലോ 60 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റില്ല. സോ 0 അറ്റൻഡൻസ് ആയിരിക്കും, 0 മാർക്സ് ആയിരിക്കും ഫോർ ദി അറ്റൻഡൻസ് നിങ്ങൾക്ക് വരിക. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത് ഇയർ ഔട്ട് ക്രൈറ്റീരിയ ആണ്. നിങ്ങൾക്ക് ബെസ്റ്റ് 5 ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇയർ ഔട്ട് ക്രൈറ്റീരിയ എന്നുള്ളത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, 6th, 7th, 8th സെം, ഓരോ സെമ്മിലും നമുക്ക് ഇൻഡിവിജ്വലി കിട്ടുന്ന ക്രെഡിറ്റ് പോയിന്റ്സ്, അതായത് ഓരോ സബ്ജക്റ്റിനും ഉള്ള ക്രെഡിറ്റ് കൂട്ടിയിട്ട് കിട്ടുന്ന ക്രെഡിറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
ഓരോ സെമ്മിലും ക്യുമുലേറ്റീവ് ആയിട്ട് നിങ്ങൾ പ്രീവിയസ് സെമസ്റ്റർ എഴുതിയത് വെച്ചിട്ട് ഈ 2 സെമസ്റ്ററും കൂടി കൂട്ടിയതാണ് ഈ ക്രെഡിറ്റ്. ഈ 3 സെമസ്റ്ററിലെ ക്രെഡിറ്റും കൂടി കൂട്ടിയതാണ് ഇത്. ഈ 4 എണ്ണത്തിലും കൂടി കൂട്ടിയതാണ് ഇത്. ഈ 5 എണ്ണത്തിലും കൂടി കൂട്ടിയതാണ് ഇത്. 6 എണ്ണത്തിലെ ഇത്, 7 എണ്ണത്തിലെ ഇത്, 8 എണ്ണത്തിലെ ഇത്. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ 2 കാര്യങ്ങളാണ് നിങ്ങളുടെ ഇതിൽ പറയുന്നത്. ഒന്ന്, റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്ത ബിടെക് സ്റ്റുഡൻസിന് ആൻഡ് അതുപോലെ ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസിന് എങ്ങനെയാണ് ഈ ഒരു ഇയർ ഔട്ട് സംഭവം എഫക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങൾക്കറിയാം S3 എത്തിയ മീൻസ് നിങ്ങളിപ്പോ S5 അപ്പൊ ഇപ്പോഴാണ് നിങ്ങളിത് അറിഞ്ഞിട്ടുണ്ടാവുക അല്ലെ. S5 18 ക്രെഡിറ്റ് പോയിന്റ്സ് ഫ്രം S1 ആൻഡ് S2. ഈ S1 എന്നും S2 എന്നും കൂടി ഉള്ള ഈ ഒരു 44 ക്രെഡിറ്റ് പോയിന്റിൽ നിന്നും ഒരു മിനിമം 18 ക്രെഡിറ്റ് പോയിന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് S5 ഇരിക്കാൻ യോഗ്യരല്ല. ഓക്കെ, ഇയർ ഔട്ട് ആണ് എന്നുള്ളതാണ് KTU പറയുന്നത്. അപ്പൊ ഈ ഒരു 44 മാർക്കിൽ നിന്നും 18 ക്രെഡിറ്റ് ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ അതിന് പ്രോപ്പർ ആയിട്ട് ഈ ഒരു ഫസ്റ്റ് സെമസ്റ്ററുകൾ പഠിക്കണമായിരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനിയും ചാൻസസ് ഉണ്ട്, ഇനിയും എഴുതിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി 6th സെമസ്റ്ററിലും ഇവർ ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല. 7th സെമസ്റ്ററിൽ വരുന്ന സമയത്ത് ഇവർ പറയുന്നത് ആ സമയത്താണ് ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസിനും ഇത് അപ്ലിക്കബിൾ ആവുക കേട്ടോ. S7 എത്തുന്ന സമയത്താണ്. അപ്പൊ ഇവിടെ എന്താ ഇവർ പറയുന്നത്, 37 ക്രെഡിറ്റ്സ് വേണം S1 മുതൽ S4 വരെയുള്ള ഈ സെമസ്റ്റേഴ്സിൽ നിന്നും. എത്ര ക്രെഡിറ്റ് വേണം? 37 ക്രെഡിറ്റ്സ് വേണം. ഓക്കെ, അതായത് ഈ 93 ക്രെഡിറ്റ്സിൽ നിന്നും 37 ക്രെഡിറ്റ്സ് കിട്ടിയാൽ മതി. ഓൾറെഡി 18 ക്രെഡിറ്റ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. ബാക്കി ഒരു 19 കൂടി ഉണ്ടാക്കിയാൽ ഈ 37 ആവും. അപ്പൊ അത് ശ്രദ്ധിക്കാം. പിന്നെ ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസിന് ഇവിടെയാണ് ഇയർ ബാക്ക് വരുന്നത്. അതെങ്ങനെയാ നോക്കാം. 15 ക്രെഡിറ്റ് പോയിന്റ്സ് ഇല്ലെങ്കിൽ ഫ്രം S4 ആൻഡ് S2, അതായത് ഈ ഒരു 4th ആൻഡ് 3rd സെമസ്റ്ററിൽ നിന്നും മിനിമം ക്രെഡിറ്റ് പോയിന്റ് 15 ഇല്ല എന്നുണ്ടെങ്കിൽ ഇയർ ഔട്ട് എന്നുള്ളതാണ്. 8th സെമസ്റ്ററിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിർബന്ധമില്ല. ഓക്കെ അല്ലേ? അപ്പൊ S5 നിങ്ങളുടെ ഇയർ ഔട്ട് ഈ ഒരു സെമസ്റ്ററിൽ. പിന്നെ ഇനി വരുന്നത് S7 അപ്പോഴേക്ക് പേപ്പേഴ്സ് ക്ലിയർ ചെയ്യുക, പോവാതിരിക്കുക, ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തതൊരു ആക്ടിവിറ്റി പോയിന്റ്സിന്റെ ഒരു സെക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇത് ഓൾറെഡി അറിയുന്നുണ്ടാവും. നമുക്ക് KTU പറയുന്നത് 3 തരത്തിലാണ് നമുക്ക് ആക്ടിവിറ്റി പോയിന്റ്സ് കിട്ടുന്നത്. ഓക്കെ, ഒന്ന്, ഫസ്റ്റത്തെ ഗ്രൂപ്പ് NSS, NCC, NSO, നാഷണൽ സ്പോർട്സ് ഓർഗനൈസേഷൻ, ആർട്സ്, സ്പോർട്സ്, ഗെയിംസ്, യൂണിയൻ ഓർ ക്ലബ് ആക്ടിവിറ്റീസിൽ നിന്നും 40 ക്രെഡിറ്റ് പോയിന്റ്സ് നമുക്ക് ഉണ്ടാക്കാം. 40 ആക്ടിവിറ്റി പോയിന്റ്സ് ഉണ്ടാക്കാം. അതിന് 1 ക്രെഡിറ്റ് ആണ് കിട്ടുക. ഓക്കെ, പിന്നെ കിട്ടുന്നത് ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി സർട്ടിഫിക്കേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആപ്റ്റിറ്റ്യൂഡ് പ്രൊഫഷ്യൻസി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഗേറ്റ് സ്കോർ ഉണ്ട് എന്നുണ്ടെങ്കിൽ, പിന്നെ എന്താണ് ഷോർട്ട് ടേം ഇന്റേൺഷിപ്പ്, ക്ലിനിക്കൽ എക്സ്പോഷർ ഓർ ട്രെയിനിങ്, കോൺഫറൻസ് ഓർ പേപ്പർ പ്രസന്റേഷൻ, വർക്ക്ഷോപ്പ് ആക്ടിവിറ്റീസ്, പ്രൊഫഷണൽ ബോഡി ആക്ടിവിറ്റീസ്, പാർട്ടിസിപ്പേഷൻ ഇൻ യൂണിവേഴ്സിറ്റി ലെവൽ, സ്റ്റേറ്റ് ലെവൽ, നാഷണൽ ലെവൽ ഹാക്കത്തോൺസിലൊക്കെ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 40 ക്രെഡിറ്റ് പോയിന്റ്സ്. അതാണ് ഗ്രൂപ്പ് 2 പറയുന്നത്. 40 ആക്ടിവിറ്റി പോയിന്റ്സ് വിത്ത് 1 ക്രെഡിറ്റ്സ്. ജേർണൽ പബ്ലിക്കേഷൻ, പാറ്റന്റ്, ഏതെങ്കിലും ഒരു പാറ്റന്റ് എടുക്കുകയാണെങ്കിൽ, സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിൽ, ഇന്നോവേഷൻസ്, വിന്നേഴ്സ് ഓഫ് നാഷണൽ ഓർ ഇന്റർനാഷണൽ ലെവൽ ഹാക്കത്തോൺസ്, അല്ലെങ്കിൽ സ്കില്ലിംഗ് സർട്ടിഫിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി. ഇത് ഏതെങ്കിലും ഒന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 40 ക്രെഡിറ്റ് പോയിന്റ്സ് കിട്ടും വിത്ത് 40 ആക്ടിവിറ്റി പോയിന്റ്സ് കിട്ടും വിത്ത് 1 ക്രെഡിറ്റ് പോയിന്റ്സ്. ക്ലിയർ അല്ലേ? സോ അങ്ങനെ നമുക്ക് 3 ക്രെഡിറ്റ് പോയിന്റ് വേണം. അതർ ദാൻ നമ്മുടെ സബ്ജക്റ്റിലുള്ള ക്രെഡിറ്റ് പോയിന്റ്സിന്റെ പുറമെ നമുക്ക് ഈ ഒരു 3 ക്രെഡിറ്റ് പോയിന്റ് അച്ചീവ് ചെയ്യണം. അപ്പൊ ഈ 120 ആക്ടിവിറ്റി പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ റെഗുലർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലോ, ലെറ്റ് സ്റ്റുഡൻസിനാണെങ്കിൽ അവർക്ക് 90 പോയിന്റ്സ് മതി, ആക്ടിവിറ്റി പോയിന്റ്സ് മതി. 30 പോയിന്റ്സ് ആണ് അവർക്ക് അച്ചീവ് ചെയ്യേണ്ടത് ഫ്രം ഈച്ച് ഗ്രൂപ്പ്. 30 ആക്ടിവിറ്റി പോയിന്റ്സ് അച്ചീവ് ചെയ്യുക. അപ്പൊ അങ്ങനെ 90 ആക്ടിവിറ്റി പോയിന്റ്സ് ടോട്ടലി അച്ചീവ് ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പൊ അതാണ് ആക്ടിവിറ്റി പോയിന്റ്സിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പൊ അത് നമുക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 40 ആക്ടിവിറ്റി പോയിന്റ്സ് വേണം, 3 ആക്ടിവിറ്റി ക്രെഡിറ്റ്സ് വേണം എന്നുള്ളത്.
പിന്നെ 30 പോയിന്റ്സ് പെർ ഗ്രൂപ്പ് വേണം, 90 ആക്ടിവിറ്റി പോയിന്റ്സ്, അതായത് 3 ആക്ടിവിറ്റി ക്രെഡിറ്റ്സ്. ആർക്കാ? ഇത് ലെറ്റ് സ്റ്റുഡൻസിനും ഇത് റെഗുലർ സ്റ്റുഡൻസിനും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സക്സസ് ആവാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുക. സ്റ്റഡി മൊഡ്യൂൾ വൈസ് ആയിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക. അതായത് ക്ലാസ് അറ്റൻഡ് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഒരു മൊഡ്യൂൾ കഴിയുമ്പോൾ അത് കംപ്ലീറ്റ്ലി റെഫർ ചെയ്തിട്ടുണ്ടോ, സിലബസ് ഒക്കെ ക്രോസ് ചെക്ക് ചെയ്തിട്ട് മൊത്തത്തിൽ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കംപ്ലീറ്റ് നോട്ട്സ് വീക്ക്ലി, എല്ലാ വീക്കിലും നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. റിവൈസ് ആഫ്റ്റർ എവറി മൊഡ്യൂൾ, ഓരോ മൊഡ്യൂളിന് ശേഷവും റിവൈസ് ചെയ്യുക. പ്രാക്ടീസ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് എപ്പോഴും സോൾവ് ചെയ്യുക. നിങ്ങൾ എപ്പോഴും എക്സാമിന് പോകുമ്പോൾ സ്റ്റക്ക് ആവാറുണ്ട്. സോ ആ സ്റ്റക്ക് ആവാതെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അറ്റൻഡ് ലാബ്സ് റെഗുലർലി, ലാബിൽ പ്രോപ്പർ ആയിട്ട് ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പ്രിപ്പയർ ബിഫോർ ഇന്റേണൽസ്, എല്ലാ ഇന്റേണൽ എക്സാംസിന്റെ മുന്നേ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സ്റ്റാർട്ട് പ്രൊജക്ട് ഏർലി, പ്രൊജക്ടിന്റെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി മുന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു സക്സസിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓൾറെഡി നിങ്ങൾ S5 എത്തിയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് ഒരു ഗ്രേറ്റ് സെമസ്റ്റർ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറ്റുക. എന്താണ്, മേ ദ സെമസ്റ്റർ ബി ഫുൾ ഓഫ് ലേണിംഗ്, അച്ചീവ്മെന്റ് ആൻഡ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദി ഓൾ സ്റ്റുഡൻസ് വാച്ചിങ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനിയും സീരിയസ് ആവേണ്ട പോയിന്റ് ആണ്. നമുക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് സോർട്ട് ചെയ്ത് പോകാൻ ഇനിയും സമയമുണ്ട്. അപ്പൊ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സബ്ജക്ട്സ് പഠിക്കാനുണ്ട്. നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പൊ അത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ കവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു സെക്ഷനായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.